ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അതുപോലെ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അരി കഴുകിയിട്ട് കൊടുക്കാം. അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം നമുക്കൊരു കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അത് തോരൻ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം കൂമ്പ് വെച്ചതിന് ശേഷം അതിനകത്ത് അരപ്പൊക്കെ ചതച്ചിട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഒരു ഒഴിച്ചേറ് തയ്യാറാക്കാനായിട്ട് ഒരു 2 കായും 3 ചേമ്പും കുറച്ച് കാച്ചിലും ഒക്കെ ചേർത്ത് അത് കുക്കറിനകത്തിട്ട് വേവിച്ച് വെളുത്തുള്ളിയും ജീരകവും തേങ്ങയൊക്കെ അരച്ച് അത് തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്തെടുത്തു. അപ്പം പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊന്ന് വറുക്കാനായിട്ട് വെച്ചു. എണ്ണയൊക്കെ വളരെ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ കറിയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോരനും ഒഴിച്ചെറിയും ചിക്കൻ വറുത്തതും ഒക്കെ ആയിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിക്കൻ വറുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇനി ചോറ് കഴിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ടാറ്റാ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം.